നമസ്കാരം ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഈ പറഞ്ഞ ന്യൂസുകളിലും നമ്മൾ കാണുന്നൊരു കാര്യമാണ്, നമ്മുടെ യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൈം ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു എന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട് ഇന്നത്തെ തലമുറ ഭയങ്കര മോശമാണ്, ഭയങ്കര സീനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മാങ്ങാ തേങ്ങ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ തലമുറയിൽപ്പെട്ടവരും ഈ പറയുന്ന പോലെ പ്രശ്നക്കാരായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു തലമുറയുടെ നെഞ്ചത്ത് കയറേണ്ട ഒരു ആവശ്യമില്ല. കാരണം എല്ലാ തലമുറയുള്ളവരും ഈ പറയുന്ന കഞ്ചാവ് അടിച്ചും മയക്കുമരുന്നടിച്ചും നടക്കുന്നവരല്ല. ഇതൊരു മറ്റേ സ്റ്റീരിയോട്ടിപ്പിക്കൽ പരിപാടിയായി പോലും. അതായത് കൊല്ലംകാർ മൊത്തം ഈ പറയുന്ന പോലെ പിശുക്കന്മാരാണ്, കോഴിക്കോട്ടുള്ളവരെല്ലാം ഗേസാണ്, എറണാകുളത്തുള്ളവരൊക്കെ ഈ പറഞ്ഞ ഡ്രഗ് അഡിക്ട്സ് ആണ് എന്നൊക്കെ പറയുന്ന പോലെ ആയി പോവില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റീരിയോട്ടിപ്പിക്കൽ പരിപാടി അല്ലല്ലേ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഈ പറയുന്ന ഇന്നത്തെ ജെൻസി വൈബിലുള്ള അല്ലെങ്കിൽ ജെൻസിയുള്ള എല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്. നല്ല ഈ ജെൻസിയിൽപ്പെട്ട എത്രയോ നല്ല നല്ല ആൾക്കാരുണ്ട്. ഇപ്പം കൊല്ലങ്കാരുടെ കാര്യം പറയാനാണെങ്കിൽ ഏതോ ഒരുത്തൻ ലൈസിൻ്റെ പേരും പറഞ്ഞ് അടിയുണ്ടാക്കി എന്ന് പറഞ്ഞ് മൊത്തം കൊല്ലങ്കാരും നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ പറഞ്ഞ ഏതൊക്കെയോ ഒരുത്തൻ അവൻ്റെ വീട്ടുകാരെ കയറി കൊന്നു കളഞ്ഞു. അതൊക്കെ തെറ്റ് സമ്മതിച്ചു. അവന് നേരെ നല്ല നടപടി എടുക്കണം. പക്ഷെ അത് ചെയ്തു എന്ന് പറഞ്ഞ് ഈ ഫുൾ ജെൻസിനെ പറയണ എന്തിനാതെ? എടി നിങ്ങൾക്കൊക്കെ എന്താണ് ഒരു ബോധമില്ലേ? അല്ല, ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, ഈ ജെൻസിനെ വളർത്തിയതാരാ? എടേ, ജെൻസി പഠിക്കുന്നത് ഈ പറയണ 90s. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ 80s ആൾക്കാരെ കണ്ടിട്ടില്ലേ 90s പഠിച്ചത്? ഈ 90s കണ്ടിട്ടല്ലേ ഈ പറഞ്ഞ ജെൻസി പഠിച്ചിട്ടുള്ളൂ? ഇടേ, നമ്മളൊക്കെ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ ജെൻസി ആയിക്കോട്ടെ, ഇപ്പം ഞാൻ ജെൻസിയാണ്, ഇത് പറയുമ്പോൾ കുറേ നമ്പർ ഞാൻ ന്യായീകരിക്കാൻ തന്നെയാണെന്നൊക്കെ ഞാൻ പറയണ പോലെ ഒന്ന് ആലോചിച്ചിട്ട് പറ. അതുകൊണ്ട് എന്നെ തെറി വിളിച്ചത് എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഞാനാണെങ്കിൽ പോലും ഞാൻ എൻ്റെ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ പറയുന്ന 90s ചേട്ടന്മാരെ അവരുടെയൊക്കെ ആക്ടിവിറ്റീസ് കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അല്ലേ? നമ്മൾ ഈ പറയുന്ന നമ്മുടെ മൂത്ത ആൾക്കാരുടെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ ഈ പറയുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ചേട്ടന്മാരാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഫ്രണ്ട്സ് ആവാം. എല്ലാവരെയും കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ പറയുന്ന 90s ഇൻഫ്ലുവൻസ് ഈ പറയുന്ന ഇതുപോലുള്ള കാര്യങ്ങളുണ്ടാവൂലേ? ഞാൻ പറഞ്ഞ എല്ലാ 90s അപ്പോൾ ഈ പറയണ കഞ്ചാവ് കഴിക്കുന്നു എന്ന് പറയുമോ, അല്ലെങ്കിൽ ഡ്രഗ്സ് അടിക്കുന്നവരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ജെൻസികളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു വൈബിനുള്ളവരെ നിങ്ങൾ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ക്രൂസിഫൈ ചെയ്യുന്നു എന്ന് തന്നെ പറയണം. കുരിശി തിറക്കണ പരിപാടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ? ജെൻസിക്കാരൊക്കെ മോശമാണ് അല്ലെങ്കിൽ ഇവന്മാരൊക്കെ പ്രശ്നക്കാരാണെന്നൊക്കെ പറയുന്നതിൽ എന്ത് ലോജിക്കും എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ പറ. ഇനി അടുത്തത് കുറേ എണ്ണം പറയുന്നുണ്ട് സിനിമ കാരണമാണെന്ന്. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് വലിയ ഉപയോഗമൊന്നും ഇല്ലാത്ത ഈ പറഞ്ഞ സൈൻ തീറ്റ, കോസ് തീറ്റ, പിന്നെ ആൾജിബ്ര അതൊക്കെ പഠിക്കുന്നുണ്ട്. അത് ശരി, പഠിച്ചോട്ടെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമ എങ്ങനെ കാണണം, ഒരു സിനിമ എങ്ങനെ വാച്ച് ചെയ്യണം, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇത് എത്ര പേര് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്? അല്ലെങ്കിൽ എത്രത്തോളം സ്കൂളുകൾ ഇതിനെപ്പറ്റി അവെയറാണ് ഈ കാര്യങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുള്ളത്? നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല, അല്ലേ? നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കത്തില്ല പിള്ളേരെ. നമ്മൾ ഈ കുറേ അവർക്ക് ചിലപ്പോൾ ഭാവിയിൽ ഒരു ഉപയോഗം വരാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കും. ഇത് വന്നിട്ട് പറയണ അവസാനം മറ്റേ സിനിമ. ഇത് കുറേ എണ്ണത്തിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ ഈ കാര്യം മറ്റുള്ളവൻ വന്ന് ചെയ്യും എന്ന് വിചാരിക്കുന്നതാണ് മണ്ടത്തരം. നമ്മൾ ചെയ്യണം. ഇത് തമിഴ് സിനിമയിൽ നായകൻ വന്ന് രക്ഷിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ വെക്കുന്നത്. അതായത് ഗ്രാമത്തെ രക്ഷിക്കാൻ ഒരുത്തം വന്ന് ആ ഗ്രാമത്തെ രക്ഷിക്കുന്നു, അതുവരെ പ്രശ്നം അനുഭവിക്കാം എന്നുള്ള മൈൻഡ് സെറ്റാണോ ഇവരുള്ളവർക്ക് പറയുന്നത്? നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാതെ ഈ പറയണ പോലെ ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് അവൻ കുഴപ്പക്കാരനാണ്, ഇവൻ കുഴപ്പക്കാരനാണ്, മറ്റവൻ കുഴപ്പക്കാരനാണെന്ന് ഇങ്ങനെ പറയാൻ. പക്ഷേ ഏറ്റവും കഷ്ടപ്പാടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തെറ്റുകളെയും നമ്മുടെ കുറവുകളെയും മനസ്സിലാക്കി അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള കാര്യം. ഇനി അടുത്ത സിനിമയുടെ കാര്യം പറയാം. ഈ സിനിമാക്കാരാണോ ജനങ്ങളെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്? നിങ്ങളിതിന് സിനിമാക്കാരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിൽക്കണേ? നിങ്ങൾ പഠിച്ചത് സിനിമക്കാരിൽ നിന്നാണോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്? സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണം, അച്ഛനും അമ്മയോട് എങ്ങനെ പെരുമാറണം, സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് സിനിമയാണോ നിങ്ങളെ പഠിപ്പിച്ചത്?
ഈ കുറേ എണ്ണം പറയുന്നത് മാർക്കോ സിനിമ കണ്ടിട്ട് കുറേ എണ്ണം ചെയ്യുന്നു. മാർക്കോ, RDX, കൊത്ത. അന്ന് ഈ മാർക്കോ ഇറങ്ങുന്നതിന് മുമ്പ് ഈ കൊലപാതകം നടന്നിട്ടില്ലേ? ഈ ചാൾസ് ശോഭരാജനും ഈ പറഞ്ഞ സുകുമാരക്കുറിപ്പും ഒക്കെ എന്ത് സിനിമ കണ്ടിട്ടാണ് കൊലപാതകവും പിടിച്ചുപറി നടത്തിയിട്ടുള്ളത്? അല്ലെങ്കിൽ സൂര്യനെല്ലിയിൽ ഈ പറയുന്ന പോലെ ആർട്ടോട് കുഞ്ഞപ്പൻ സിനിമയിൽ തന്നെ സുരാജ് പറയണ പോലെ സൂര്യനെല്ലിയിൽ ഈ പറയുന്ന ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചത് സിനിമ കണ്ടിട്ടാ? പറ, അത് ഏത് സിനിമയാണ് കണ്ടത്? കസാബ് തീവ്രവാദം നടത്തിയ സിനിമ കണ്ടിട്ടാ? സിനിമ കണ്ടിട്ടൊന്നും സിനിമയ്ക്ക് സ്വാധീനിക്കാൻ കഴിവില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ സിനിമയിൽ എങ്ങനെ സ്വാധീനിക്കപ്പെടാതിരിക്കാം എന്നുള്ള കാര്യം സ്കൂളുകളിലും വീടുകളിലും പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണം. മോനെ, ഇത് വെറും ഒരു സിനിമയാണ്, ഇത് റിയൽ അല്ല, ഇതൊരു എക്സാജറേറ്റഡ് വേർഷനാണ്, നമ്മൾ അനുകരിക്കരുത് എന്നുള്ള കാര്യം വീട്ടിലെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തം രക്ഷകർത്താക്കളുടെ സ്കൂളുകളുടെയാണ്. അത് ചെയ്യത്തില്ല. അതുകൊണ്ട് പറയും സിനിമ കാരണം എൻ്റെ മോൻ ചീത്തായി. ഇവിടെ മറ്റേ കാമുകി ഒരുത്തിന് വിഷം കൊടുക്കി കൊന്നല്ല, അത് ഏത് സിനിമയുടെ ഇൻഫ്ലുവൻസാണ്? അല്ലെങ്കിൽ ഇവിടെ ഏതൊരു അമ്മ മക്കളെ കൊന്നല്ലോ, നമ്മൾ കണ്ടില്ലേ? ഈ പറയുന്ന ഏതോ അമ്മ എന്തോ മോനെന്തോ ചെയ്തു തോന്നോ, മോളെ എന്തൊക്കെയോ വാർത്ത ഞാൻ പേര് മറന്നുപോയി. ആ വാർത്ത ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് ഏത് സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണ്? ഇതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. സിനിമയുടെ കാര്യം എന്ന് വെച്ചാൽ എനിക്കിതേ പറയാനുള്ളൂ. സ്കൂളുകളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഈ പറഞ്ഞ സിനിമ എങ്ങനെ വാച്ച് ചെയ്യണമെന്ന് സിനിമയെ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള സ്റ്റഡീസ് നമ്മൾ പിള്ളേർക്ക് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല ഒരു പണി നടക്കത്തില്ല. ഇപ്പോൾ ഡ്രഗ്സിൻ്റെ കാര്യം, ഡ്രഗ്സ് എങ്ങനെ ഇവിടെ എത്തുന്നു? ഈ പിള്ളേർ കുക്ക് ചെയ്യാനാണോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും നിനക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്നൊക്കെ എന്നൊക്കെ മനസ്സിലായി. എൻ്റെ ബ്രേക്കിംഗ് ബാഡ് കണ്ടവർക്കൊക്കെ അറിയാം. ഇനി അടുത്ത ബ്രേക്കിംഗ് ബാഡ് നെഞ്ചത്ത് കയറും എല്ലാം കൂടി. ഇനി അടുത്തത് ഭാഗ്യത്തിൽ ആ സാധനം കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ഈ പറഞ്ഞ 90s കിഡ്സിൽ എത്ര പേര് ബ്രേക്കിംഗ് ബാഡ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനും കുറച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ബ്രേക്കിംഗ് ബാഡ് സീരീസിൻ്റെ കഥ എവിടെയൊക്കെ ആയിട്ടൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഏകദേശം ആ സീരീസ് എന്താ സംസാരിക്കുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞു തന്നെ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡ് സീരീസിൽ കാണിക്കുന്ന പോലെ കുക്ക് ചെയ്യലാണോ? അപ്പോൾ ഞാൻ ബ്രേക്കിംഗ് ബാഡ് സീരീസ് ഉണ്ട്, അതിൽ ഈ പറയുന്ന മെത്ത് കുക്ക് ചെയ്യുന്നു. ശരി, എന്നാൽ ഞാനും പോയിട്ട് മെത്ത് കുക്ക് ചെയ്യാൻ പോവാണോ? പറ. ദൃശ്യം സിനിമയിൽ മറ്റേ കൊലപാതകം നടത്തിയിട്ട് കുഴിച്ചിടുന്നു, എന്നാൽ ഞാനും പോയി നാളെ പൊരുത്തിനെ കൊന്നിട്ട് ഞാൻ കുഴിച്ചിടാം. മാർക്കോ കണ്ട് ഞാൻ കൊല്ലാത്തിനെ കൊല്ലാൻ പോകും. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ ചോദിച്ച്, നീ ഇപ്പോൾ ദേഷ്യം വന്നാൽ നീ ആരുടെയും ചെവി കടിച്ച് പറിച്ച് കീറുവോ? എനിക്ക് അവനോട് ദേഷ്യം വന്നു, അപ്പം തന്നെ അവനെ ചെവി കടിച്ച് പറിച്ച് ഇങ്ങനെ കീറാം മാർക്കോ സിനിമയിൽ കാണുന്ന പോലെ? ഇല്ലല്ലോ. അതിനെയാണ് ബോധം എന്ന് പറയുന്നത്. ആ ബോധം ഇല്ലാത്തവനാണെങ്കിൽ ആ ബോധം ഇല്ലാത്തവനെ അങ്ങോട്ട് ചികിത്സ കൊടുക്കണമെന്നേ. സിനിമ കണ്ടിട്ട് എന്തെങ്കിലും കോപ്രായത്തരം കാണിക്കണമെങ്കിൽ ആ സിനിമ കാണുന്നവനെയാണ് ചികിത്സിക്കേണ്ടത്, അല്ല സിനിമാക്കാരുടെ നെഞ്ചത്ത് കയറുന്നതല്ല. സൽമാൻ ഖാൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമുണ്ട്, നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ ക്യാരക്ടറെ നമ്മൾ ഫോളോ ചെയ്യരുത്. ലൂസർ ക്യാരക്ടറാണെങ്കിൽ ഇപ്പോൾ കബീർ സിംഗോ അനിമലോ ഒക്കെ നിങ്ങൾ കണ്ടോ, പക്ഷേ ക്യാരക്ടറിനെ ഫോളോ ചെയ്യരുത്. നിങ്ങൾ വേണമെങ്കിൽ അയാളെ പോലും മുടി വളർത്തുക, അയാളുടെ സ്റ്റൈൽ കോപ്പി അടിക്കാം, ഡ്രസ്സിങ് കോപ്പി അടിക്കാം, അതൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ കബീർ സിംഗിലും അനിമലിലും നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവും അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. അപ്പോൾ ഈ പറഞ്ഞ അത് കണ്ടിട്ട് എത്ര പേരുണ്ട് അവരുടെ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളവർ? കബീർ സിംഗും അനിമലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്, അല്ലാതെ അവർ 10ാം ക്ലാസ് ഒറ്റവരൊന്നുമല്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഇത് മറ്റേ എന്താണ് സിനിമാക്കാരുടെ ഉത്തരവാദിത്തമാണ്, മറ്റേ ഇവൻ്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ വീടുകളിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആദ്യം കുട്ടികൾ തമ്മിൽ വേണം. കുട്ടികളും പാരൻസും തമ്മിലുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. അവർ വേറൊരു തലമുറയാണെന്നുള്ളതും നമ്മൾ അവരുടെ ആ തലമുറ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ തലമുറ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ളത് നമ്മൾ കാണിക്കണം. അല്ലാതെ ഒരുമാതിരി ഞങ്ങൾ ജനിച്ച വളർന്നതാണ് അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ കാലമാണ് സൂപ്പർ എന്നുള്ള ജുവനായ പിടിച്ച ടേം പിടിച്ചുകൊണ്ട് നിൽക്കരുത്. ജുവനായ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മറ്റ് ജനറേഷനോടുള്ള ഈ പറയുന്ന എന്താണ് നമ്മളാണ് മറ്റ് ജനറേഷനേക്കാളും സൂപ്പർ എന്നുള്ളൊരു മൈൻഡ് സെറ്റും കാര്യങ്ങളാണ് ജുവനായ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതും പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ വേണ്ടത്. അപ്ഡേറ്റഡ് ആവാനുള്ളൊരു ഇത് നമ്മൾ കാണിക്കണം. അത് നമ്മളെ കൂടെ പറ്റൂല. അവിടെ ഞാൻ ചോദിക്കട്ടെ, 10ാം ക്ലാസ്സിൽ നമുക്ക് കണക്ക് പാടായിരുന്നു, അത് കണക്കിൻ്റെ കുഴപ്പമാണോ നമുക്ക് പഠിക്കാൻ പറ്റാത്തതാണോ? ഞാനിപ്പോൾ ആലോചിക്കുമ്പോഴൊക്കെ ചിന്തിക്കുന്ന കാര്യം എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് 10ാം ക്ലാസ്സിൽ എനിക്ക് കണക്ക് പാടായിട്ട് തോന്നിയത്. 10ാം ക്ലാസ്സിൽ എളുപ്പത്തിൽ കണക്ക് പാസ്സാവുന്ന എത്ര പേരുണ്ടായിരുന്നു? നല്ല മാർക്ക് മേടിച്ച എത്ര കുട്ടികളുണ്ടായിരുന്നു?
നമുക്കൊണ്ട് പറ്റാതെ പോയത് അപ്പോൾ കണക്കിൻ്റെ കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പമാണ്, നമുക്കത് പഠിക്കാനുള്ള ഇതുണ്ടായില്ല. അത്രയും ചിന്തിച്ചാൽ പോരെ. അതുപോലെ ഇതും കാലം മാറുന്നത് നമുക്ക് പിടികിട്ടാത്തതിൻ്റെ കാര്യം, കാലം മാറുന്നതിൻ്റെ കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പമാണ്. നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ നമ്മളതിന് ശ്രമിക്കുന്നില്ല. അല്ല കാലത്തിൻ്റെ നെഞ്ചത്തോ ഈ പറയണ എല്ലാം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ നെഞ്ചത്തെന്തിനാണ് വെക്കുന്നേ? ഡ്രഗ്സ് വരുന്നു, എങ്ങനെ വരുന്നു, ഇത് എവിടെ നിന്നാണ് ഈ ഡ്രഗ്സ് വരുന്നതെന്നുള്ളത് അന്വേഷിക്കണ്ടേ, അതിനെ തടയണ്ടേ? ഈ കുട്ടിക്കാലം എന്തായാലും സ്വന്തമായിട്ട് ഡ്രഗ് ഉണ്ടാക്കണമെന്നില്ലല്ലോ, ഇവർക്ക് ആരോഗ്യമൊക്കെ കൊടുക്കണില്ല. ഇത് എവിടെ നിന്ന് എത്തുന്നേ? അതിവിടെ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഈ ഡ്രഗ്സ് വിൽക്കുന്നവൻ ചിലപ്പോൾ 90s കിട്ടുമായിരിക്കും. കോമഡിയാണ് കേട്ടോ സത്യം പറഞ്ഞത്. 90s കിഡ്സിനെ കുറ്റം പറഞ്ഞല്ലോ, പക്ഷേ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അത്രേ ഉള്ളൂ ഗൈസ്, എനിക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. ജസ്റ്റ് പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. പിന്നെ രക്ഷാകർത്താക്കൾ മനസ്സിലാക്കണമെങ്കിൽ പിള്ളേർ തല്ലിപ്പഴപ്പിച്ചോ പിള്ളേർ ഈ പറയുന്ന പോലെ അടിച്ചമർത്തിയിട്ടൊന്നുമല്ല. കുട്ടികളായിട്ട് കുറച്ചൊക്കെ സ്നേഹം വേണം. അവർക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങളെ പറ്റിയുള്ളൊരു അവയർനെസ് കൊടുക്കണം. അവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത്തിരി പാടാണ്, എളുപ്പമല്ല, പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയാൽ കുറച്ച് നല്ലതല്ലേ. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ നമുക്ക് ഈ പറയുന്ന കണക്ക് പഠിച്ചെടുക്കാൻ പാടാണെങ്കിൽ പോലും 10ാം ക്ലാസ് പാസ്സാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണക്ക് പഠിച്ചില്ലേ, അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്ക്. അല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല. താങ്ക്സ് ഗൈസ്, ബൈ.